9th സ്റ്റാൻഡേർഡ് മാത്സിലെ 12ാമത്തെ ചാപ്റ്ററായ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ കേർവ്ഡ് സർഫേസ് ഏരിയ എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചു. ഇവിടെ നമുക്ക് ഒരു സിലിണ്ടറിന്റെ സർഫേസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു പ്രിസം ആണല്ലോ. ബേസ് സർക്കിൾ ആയിട്ടുള്ള ഒരു പ്രിസമാണ്. രണ്ട് സർക്കിളിന്റെയും സൈസ് സെയിം ആണ്. ഇനി ഇതിന്റെ ലാറ്ററൽ സർഫസ് എന്താണ്? ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആണല്ലോ ഉള്ളത്. അപ്പൊ ഇതിന്റെ ലാറ്ററൽ സർഫസിന്റെ ഏരിയനെ നമ്മൾ കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയും. അപ്പൊ ഈ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഈ സിലിണ്ടറിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെക്ടാങ്കുലാർ ഷീറ്റ് അല്ലേ കിട്ടുക. അതായത് ഇതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അതിനൊരു കേർവ്ഡ് സർഫസും ഉണ്ട്, രണ്ട് സർക്കുലാർ ഷേപ്പിലുള്ള ബേസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ കേർവ്ഡ് സർഫസിന്റെ കവറിങ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഷീറ്റ് അല്ലേ കിട്ടുക. ഇങ്ങനെയുള്ള ഷീറ്റ് അല്ലേ കിട്ടുക. അപ്പൊ ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ റെക്ടാങ്കുലാർ ഷീറ്റിന്റെ ഏരിയ കണ്ടാൽ മതി. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പ്രിസത്തിന്റെ ഹൈറ്റ് ആയിരിക്കും. അതായത് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയാണ് ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് കിട്ടുക. അപ്പൊ ഇവിടെ ഹൈറ്റ് എച്ച് വരും. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എച്ച് ആണ് നമ്മൾ എടുത്തത് എങ്കിൽ ഇവിടെ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എച്ച് കിട്ടും. ഇനി ഈ ലെങ്ത് എന്തായിരിക്കും? ഈ ഷീറ്റിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ, ബേസിന്റെ പെരിമീറ്റർ അല്ലേ, അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല 2πr. ഇതാണ് റേഡിയസ് r ആണ്. ഈ സിലിണ്ടറിന്റെ റേഡിയസ് r ആണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? 2πr. ആ ലെങ്ത് ആണ് ഇവിടെ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ട് വരിക. ഇതിന്റെ ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഹൈറ്റും വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ, അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ is equal to എന്ത് കിട്ടും? 2πrh, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2πrh കിട്ടും. ഇതാണ് ഒരു സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ ആണെന്നുണ്ടെങ്കിലോ, ടോട്ടൽ സർഫേസ് ഏരിയ, അതായത് ഈ കേർവ്ഡ് സർഫേസ് ഏരിയയും രണ്ട് ബേസിന്റെ ഏരിയ, ബേസ് രണ്ടും സർക്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് മുകളിൽ ഒരു സർക്കിൾ, അതിന്റെ ഏരിയ πr² കിട്ടും. താഴെ ഒരു സർക്കിൾ, അതിന്റെ ഏരിയ πr². അപ്പോൾ ഇത് മൂന്നിന്റെയും കൂടെ ഏരിയ ആഡ് ചെയ്താൽ പോരെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാൻ. സോ ടോട്ടൽ സർഫേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഈ 2πrh പ്ലസ് 2πr² ഉണ്ടാവും അല്ലേ. സോ 2πr². ഇതാണ് സിലിണ്ടറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല. ഇനി നമുക്ക് ഈ പാർട്ടിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 208, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ എ സ്കൂൾ ബിൽഡിംഗ് there are 12 cylindrical pillars, each of base diameter 1/2 meter and height 4 meter. ഒരു സ്കൂളിന്റെ ബിൽഡിങ്ങിന് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള 12 പില്ലേഴ്സ് ഉണ്ട്. ഓരോ പില്ലറിന്റെയും ബേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1/2 മീറ്റർ ആണ്, ഹൈറ്റ് 4 മീറ്ററും ആണ്. ഇനി അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ പില്ലർ? ഒരു തൂണിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് 80 rupees per square meter? ഒരു മീറ്റർ സ്ക്വയർ പെയിന്റ് അടിക്കാൻ 80 rupees ആണെന്നുണ്ടെങ്കിൽ ഈ 12 പില്ലേഴ്സും പെയിന്റ് അടിക്കാൻ വേണ്ട കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യന് തന്നിട്ടുള്ള എന്താണ്? സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള 12 പില്ലേഴ്സ് ഉണ്ട്. ഇതിൽ ഓരോ പില്ലറിന്റെയും ബേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1/2 മീറ്റർ ആണ്. അപ്പൊ ബേസ് ഡയമീറ്റർ 1/2 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. എത്രയാണ്? 4 മീറ്റർ. അപ്പോൾ ഹൈറ്റ് h is equal to 4 മീറ്റർ. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഒരു പില്ലറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ, അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ്
1 pillar is equal to, ഫോർമുല എന്താണ്, 2πrh. സോ ഈക്വൽ ടു, ഇവിടെ നമുക്ക് ബേസ് ഡയമീറ്റർ ആണ് 1/2 മീറ്റർ എന്ന് തന്നിട്ടുള്ളത്. അതായത് 2 ടൈംസ് റേഡിയസ് 2r is equal to ആണ് 1/2 മീറ്റർ. അപ്പോൾ ഈ 2rന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1/2 എന്ന് കൊടുക്കാം. ഇനി എച്ചിൻ്റെ വാല്യൂ 4 × π. ഈ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 2π മീറ്റർ സ്ക്വയർ ആണ് ഒരു പില്ലറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കിട്ടുക. ഇനി ഇതിൽ പൈൻ്റെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 3.14 is equal to 8 2.6 6.28 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ ഒരു പില്ലറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഈ 12 പില്ലേഴ്സും പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിലുള്ള കോസ്റ്റ് കണ്ടുപിടിക്കണം. 1 മീറ്റർ സ്ക്വയർ പെയിന്റ് അടിക്കാനുള്ള കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കോസ്റ്റ് ഫോർ പെയിന്റിങ് 1 മീറ്റർ സ്ക്വയർ is equal to എത്രയാണ്, 80 rupees ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പില്ലറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ പെയിന്റ് അടിക്കാൻ എത്ര കോസ്റ്റ് വരും, അതായത് കോസ്റ്റ് ഫോർ പെയിന്റിങ് 1 pillar is equal to എന്ത് വരും, ഒരു പില്ലറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ 6.28 അല്ലേ കിട്ടിയത്. അപ്പോൾ 6.28 × 80 6.28 × 8 മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 8 64, ബാക്കി 6, 2 × 8 16 കിട്ടും. 16ക്ക് 6 ആഡ് ചെയ്താൽ 22 കിട്ടും. 22ന് 2 കൊടുക്കുക, ബാക്കി 2. 6 × 8 48, 48ക്ക് 2 ആഡ് ചെയ്താൽ 50 കിട്ടും. അപ്പോൾ ഇവിടെ 5024, ഇവിടെ ഒരു 0 കൂടെ അല്ലേ, 18ൻ്റെ ഒരു 0 ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 502.4 rupees ആണ് ഒരു പില്ലർ പെയിന്റ് അടിക്കാൻ വേണ്ട കോസ്റ്റ്. നമുക്ക് 12 പില്ലേഴ്സും പെയിന്റ് അടിക്കാനുള്ള കോസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഫോർ പെയിന്റിങ് 12 pillars is equal to എന്താണ്, 12 × ഒരു പില്ലർ പെയിന്റ് അടിക്കാനുള്ള കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 502.4 മൾട്ടിപ്ലൈ ചെയ്യാം. 5024 × 12, 2 × 4 8, 2 × 2 4, 0 × 2 0, 2 × 5 10, 1 × 4 4, 1 × 2 2, 1 × 0 0, 1 × 5 5. ഇനി ആഡ് ചെയ്യുക. 8 4ഉം 4ഉം ആഡ് ചെയ്താൽ 8, 0 × 2 ആഡ് ചെയ്താൽ 2 0 0 0, 5ഉം 1 ആഡ് ചെയ്താൽ 6. അപ്പോൾ ഇവിടെ 60288 കിട്ടും. ഇനി ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ത് വരും, ടോട്ടൽ കോസ്റ്റ് is equal to 6028.8 rupees കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 208, ക്വസ്റ്റ്യൻ നമ്പർ 2. The drum of a roller has base diameter 80 centimeters and length 1.2 meters. What is the area of the rod leveled when it rolls once? ഒരു റോളറിൻ്റെ, അതായത് ഇതിൻ്റെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഇതിൻ്റെ ബേസ് ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1.2 മീറ്റർ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ ഈ റോഡിൻ്റെ എത്ര ഏരിയ ലെവൽ ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരു പ്രാവശ്യം റോൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ അല്ലേ ഇത് ഈ റോഡിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് റോൾ ചെയ്തിട്ട് വീണ്ടും ഈ പാർട്ട് ഈ റോഡിൽ ടച്ച് ചെയ്യുന്നത് വരെയുള്ള ലെങ്ത് ആണ് ഇത് ഒരു പ്രാവശ്യം റോൾ ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കണ്ടാൽ മതി. അപ്പോൾ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണുള്ളത്. അതിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ അല്ലേ. അതായത് ഡയമീറ്റർ is equal to 80 സെന്റിമീറ്റർ. ലെങ്ത് അതായത് ഹൈറ്റ് is equal to എത്രയാണ്, 1.2 മീറ്റർ.
അപ്പോൾ h is equal to 1.2 മീറ്റർ. ഇവിടെ ഇത് സെൻറ്റിമീറ്ററിലുമാണ്, ഇത് മീറ്ററിലുമാണ്. രണ്ടും നമ്മൾ ഒരു യൂണിറ്റിക്ക് ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെൻറ്റിമീറ്റർക്ക് ആക്കാം. അപ്പോൾ ഡെസിമൽ ഉണ്ടാവില്ലല്ലോ. 1.2 എങ്ങനെ സെൻറ്റിമീറ്റർ കൺവേർട്ട് ചെയ്യാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ 1.2 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 120 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ കാണാം. അപ്പോൾ കേർവ്ഡ് സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഫോർമുല 2πRh ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡയമീറ്റർ അല്ലേ തന്നിട്ടുള്ളത്, അതായത് 2r. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ആണ്. അപ്പോൾ 2rന് നമുക്ക് എന്ത് കൊടുക്കാം, 80 എന്ന് കൊടുക്കാം. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 120 ഇൻറ്റു പൈ. 8 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്താൽ 96 കിട്ടും. ബാക്കി 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കുക, ഇൻറ്റു പൈ. ഇനി ഇതിനകത്ത് നമ്മൾ പൈയുടെ വാല്യൂ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, 9600 ഇൻറ്റു 3.14, 314 ഇൻറ്റു 96, 4 ഇൻറ്റു 6 24, ബാക്കി 2, 1 ഇൻറ്റു 6 6, 6ക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 3 ഇൻറ്റു 6 18, ദെൻ 9 ഇൻറ്റു 4 36ന് 6, ബാക്കി 3, 1 ഇൻറ്റു 9 9, 9ക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 12ന് 2, ബാക്കി 1, 3 ഇൻറ്റു 9 27 കിട്ടും. 27ക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 28, 4, 8ക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടും. സോ 4, ബാക്കി 1 ഉണ്ടാവും. 8 + 1 9, 9ക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 11, 1, ബാക്കി 1, 8 + 1 9, 9 + 1 10ന് 0, ബാക്കി 1 ഉണ്ടാവും. 2 + 1 3 കിട്ടും. അപ്പോൾ ഇവിടെ 30144, ഇവിടുത്തെ 2 സീറോയും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30144 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റോഡ് റോളർ ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ ലെവൽ ചെയ്യുന്ന റോഡിൻ്റെ ഏരിയ. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇനി നമുക്ക് എങ്ങനെ മീറ്റർ സ്ക്വയർക്ക് മാറ്റാം, സെൻറ്റിമീറ്ററിന്ന് മീറ്റർക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് വിത്ത് 100 അല്ലേ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെൻറ്റിമീറ്റർ സ്ക്വയറിന് നമുക്ക് മീറ്റർ സ്ക്വയർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 100ൻ്റെ സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇതിനെന്ത് ചെയ്യുക, 100ൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30144 ഡിവൈഡഡ് ബൈ 100ൻ്റെ സ്ക്വയർ 100 ഇൻറ്റു 100. ഇവിടെ 4 സീറോ അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 4 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കണം. എന്ത് കിട്ടും, 3.0144 മീറ്റർ സ്ക്വയർ കിട്ടും. ഒന്നെങ്കിൽ 30,144 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക, അല്ലെങ്കിൽ 3.0144 മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. സോ ഏരിയ ഓഫ് ദ റോഡ് leveled when it rolls once is equal to 3.0144 meter square. അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഇതാണെന്നുണ്ടെങ്കിൽ 30,144 സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്നും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 208, ക്വസ്റ്റ്യൻ നമ്പർ 3. ദ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് equal to its base area. What is the relation between its base radius and height? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള എന്താണ്, ഒരു സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു കേർവ്ഡ് സർഫേസ് ഏരിയ. ബേസ് ഏരിയ കാണാനുള്ള ഫോർമുല എന്താ, ബേസ് സർക്കുലർ ഷേപ്പിലല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ πr² ഇസ് ഈക്വൽ ടു കേർവ്ഡ് സർഫേസ് ഏരിയ 2πRh. അപ്പോൾ 2 സൈഡിലും പൈ ഉണ്ട്. അപ്പോൾ നമുക്ക് പൈനെ ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഇവിടെ 2 r ഉണ്ടല്ലോ, r² എന്ന് പറയുമ്പോൾ r ഇൻറ്റു r, ഇവിടെ ഒരു r ഉണ്ട്. അപ്പോൾ ഒരു rനെ നമുക്ക് 2 സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടാവും, r ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു h. അതായത് റേഡിയസ് ഇസ് ഈക്വൽ ടു എന്താവണം,
2 ടൈംസ് ഓഫ് ഹൈറ്റ് ആവണം. ഒരു സിലിണ്ടറിന്റെ റേഡിയസ് ബേസിന്റെ 2 മടങ്ങാണെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടറിന്റെ ബേസ് ഏരിയയും കേർവ്ഡ് സർഫേസ് ഏരിയയും ഈക്വൽ ആയിരിക്കും. ഈ ഒരു റിലേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 208, ക്വസ്റ്റ്യൻ നമ്പർ 4. A rectangular sheet of metal with sides 48 centimeters and 25 centimeters is rolled into a cylinder of height 25 centimeters and its ends are closed with exactly fitting circles. What is the total surface area of this cylinder? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് 48 സെന്റിമീറ്റർ ലെങ്ത്തും 25 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു മെറ്റൽ ഷീറ്റ് റോൾ ചെയ്തിട്ട് സിലിണ്ടർ ആക്കി മാറ്റി. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇതിന്റെ 2 ബേസിലും എക്സാക്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 2 സർക്കിൾ വെച്ച് ക്ലോസ് ചെയ്തു. ഈ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ കേർവ്ഡ് സർഫേസ് ഏരിയയും കാണണം, 2 ബേസിന്റെ ഏരിയയും കാണണം. അപ്പൊ ആദ്യം നമുക്ക് കേർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ കേർവ്ഡ് സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു, ഫോർമുല എന്താണ്, 2πrh. ഇവിടെ 2πr നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതല്ലേ 2πr എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഈക്വൽ ടു 48, 2πrന് പകരം 48 കൊടുക്കുക. ഹൈറ്റ് 25 ആണ്, ഇൻറ്റു 25. 48 ഇൻറ്റു 25 മൾട്ടിപ്ലൈ ചെയ്യുക. 48 ഇൻറ്റു 25, 5 ഇൻറ്റു 8 40, ബാക്കി 4 ഉണ്ടാവും. 4 ഇൻറ്റു 5 20, 20ക്ക് 4 ആഡ് ചെയ്യുമ്പോൾ 24. 2 ഇൻറ്റു 8 16, ബാക്കി 1. 2 ഇൻറ്റു 4 8, 8ക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 0, 6ഉം 4ഉം 10, ബാക്കി 1 12 കിട്ടും. സോ 1200 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും ഈ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ. ഇനി നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ 2 ബേസിന്റെ ഏരിയയും കാണാം അല്ലേ. സോ ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഒരു ബേസിന്റെ ഏരിയ, സർക്കുലാർ ഷേപ്പിലല്ലേ ഉള്ളത്, അപ്പോൾ πr സ്ക്വയർ. സോ ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു, ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്, പക്ഷേ ഇവിടെ 2πr ഇസ് ഈക്വൽ ടു 48 നമുക്കറിയാലോ. അതായത് 2πr ഇസ് ഈക്വൽ ടു എന്താണ്, 48 ആണ്. അപ്പോൾ r ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 48 ഡിവൈഡഡ് ബൈ 2π എന്ന് എഴുതാലോ. മുകളിലും താഴെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 24/π എന്ന് കിട്ടും. അതായത് റേഡിയസ് ഇസ് ഈക്വൽ ടു 24/π സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഇനി ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ റേഡിയസിൻ്റെ സ്ക്വയർ അല്ലേ നമുക്ക് വേണ്ടത്, 24/π ഇൻറ്റു 24/π. പൈയും പൈയും ക്യാൻസൽ ചെയ്യുക, ബാക്കി എന്ത് കിട്ടും, 2 ഇൻറ്റു 24ൻ്റെ സ്ക്വയർ 576. ഇനി 2 ഇൻറ്റു 576 ചെയ്യുക. 576 ഇൻറ്റു 2, 2 ഇൻറ്റു 6 12, ബാക്കി 1. 2 ഇൻറ്റു 7 14, 14ക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 15ന് 5, ബാക്കി 1. 2 ഇൻറ്റു 5 10, 10ക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 11. സോ ഈക്വൽ ടു 1152 ബൈ പൈ ഉണ്ടല്ലോ ഇവിടെ, ഡിവൈഡഡ് ബൈ പൈ ഉണ്ടാവും. ഇനി പൈൻ്റെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ 1152 ബൈ പൈൻ്റെ വാല്യൂ 3.14. ഇവിടെ ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ട്, അപ്പം അതിന് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 0 ഉള്ള നമ്പർ 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ നമുക്ക് എന്ത് കിട്ടും, 115200 കിട്ടും. ഡിവൈഡഡ് ബൈ താഴെയാണെന്നുണ്ടെങ്കിൽ ആ ഡെസിമൽ പോയി കിട്ടും, 314 കിട്ടും. ഇനി ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം, രണ്ടും ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുകളിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, ബാക്കി 1, 15ൽ 7, ബാക്കി 1, 12ൽ 600, 57600 കിട്ടും. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 157, അതായത് 57600 ബൈ 157 കിട്ടും. ഇനി ഡിവൈഡ് ചെയ്യാം. 57600 ഡിവൈഡഡ് ബൈ 157. 576ൽ 157 3 ടൈംസ് പോവും. 3 ഇൻറ്റു 157
471 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുക 501, ഈ 0 ഇറക്കി എഴുതുക. അപ്പോൾ 1050 കിട്ടും. ഇതിൽ 157 6 പ്രാവശ്യം പോകും. സോ 6 × 157 942 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുക 801. ഇനി അടുത്ത 0 ഇറക്കി എഴുതുക. അപ്പോൾ ഇതിനകത്ത് 157 വീണ്ടും 6 പ്രാവശ്യം പോവും. സോ 942 സബ്ട്രാക്ട് ചെയ്യുക 8, 7 4 പോയാൽ 3 1 138 കിട്ടും. ഇനി ഇവിടെ ഡെസിമൽ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് 157 8 പ്രാവശ്യം പോവും. 8 × 157 1256 ആണ് കിട്ടുക. സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 4 2 1 കിട്ടും. ഇനി വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്ത് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 7 ആണ് കിട്ടുക. ഇത്ര മതി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 366.87 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. 2 ബേസിൻ്റെയും കൂടെ ഏരിയ. ഇനി ടോട്ടൽ സർഫേസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 ബേസിൻ്റെ ഏരിയയും കേർവ്ഡ് സർഫേസ് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ സർഫേസ് ഏരിയ is equal to കേർവ്ഡ് സർഫേസ് ഏരിയ നമുക്ക് 1200 ആണ് കിട്ടിയത്, പ്ലസ് ഇവിടെ 366.87. അപ്പോൾ ആഡ് ചെയ്യാം. 366.87 പ്ലസ് 1200.00 78.6651. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1566.87 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ 1566.87 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇതോടുകൂടെ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് തീർന്നു.